മിഴിയോരം. നമസ്കാരം. മിഴിയോരത്തിന്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയിൽ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സെഗ്മെന്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സെഗ്മെന്റാണ് കുക്കറി സെഗ്മെന്റ്. അപ്പോൾ ഇന്ന് എൻ്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഷംസീറയാണ്. ഷംസീറ നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് നോക്കാം. കൂടാതെ കുറച്ച് ടിപ്സും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പൊ നമസ്കാരം. ഹായ്, നമസ്കാരം. മിഴിയോരത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി 2 ഡിഷാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഷംസീറ നാട്ടിലെവിടെയാണ്? ഞാൻ നാട്ടില് കണ്ണൂരാണ്. കണ്ണൂരാണ്. പിന്നെ പണ്ട് മുതലേ കുക്കിംഗ് ഒക്കെ ഉള്ള ആളാണോ അതോ? അല്ല, ഒട്ടും ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ട് കഴിക്കണം, എന്തായാലും കഴിക്കണമെങ്കിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവൻ ഒരു ചായ പോലും സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പം ഇവിടെ എത്തിയിട്ട് എത്ര നാളായി? 10 വർഷം കഴിഞ്ഞു. 10 വർഷമായി ഇവിടെ എത്തിയിട്ട്. അപ്പൊ അന്ന് തൊട്ടേ പതുക്കെ പതുക്കെ ഉണ്ടാക്കി തുടങ്ങി. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കുക്കായി. ആരൊക്കെ ഉണ്ട് ഇവിടെ? ഇവിടെ ഹസ്ബൻഡ്, 2 മക്കളുണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഹസ്ബൻഡിന്റെ മദർ, പിന്നെ ഒരു 9 സഹോദരങ്ങളുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്. അപ്പം എല്ലാരും ഇവിടെ ഉണ്ട്. എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അവരൊക്കെ ഒരു ഇപ്പൊ ഉമ്മയൊക്കെ ഉള്ളപ്പം ഉമ്മ പറഞ്ഞു തരുമല്ലോ എന്തെങ്കിലുമൊക്കെ ടിപ്സും ഇങ്ങനെ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഉമ്മ നല്ലൊരു എക്സ്പേർട്ട് കുക്കാണ്. അപ്പൊ അത് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ടേസ്റ്റ് എങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ എല്ലാരും പെങ്ങന്മാരായാലും എല്ലാരും നല്ല കുക്കാണ്. അപ്പൊ അവര് തലശ്ശേരിയാണ് ബേസിക്കലി. അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ല, എല്ലാരും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളും അതിനെ ഫോളോ ചെയ്ത് ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങി. പിന്നെ എന്റെ ഹസ്ബൻഡ് നല്ലൊരു കുക്കാണ്. ഹസ്ബൻഡാണ് എന്റെ ആദ്യ ഗുരു എന്ന് പറയാം. ഹസ്ബൻഡ് കൂടുതലും പഠിപ്പിച്ചു തന്നിട്ടുള്ള ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് ആണ്. ഹസ്ബൻഡിന് അതാണ് ഇഷ്ടം. എനിക്കിഷ്ടം കുറച്ചും കൂടെ ഞാനായിട്ട് എന്താ പറയാ പുഡിങ്, ആ ഒരു മധുര പ്രിയാണ് ഞാൻ. അങ്ങനെയൊക്കെ അത് എന്റെ വകയുള്ള കോൺട്രിബ്യൂഷൻ ആണ്. ഈ എന്താ പറയാ പുഡിങ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. പക്ഷെ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ ഹസ്ബൻഡിന്റെ വകയാണ്. അതെ. അപ്പം ശരിക്കും ഇപ്പൊ ഇപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു തന്നു, ഉമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, പെങ്ങന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ തന്നെ ഒന്ന് എനിക്ക് ഇങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കണം തന്നെ ഇൻവെന്റ് ചെയ്തിട്ടുണ്ടോ? ആ ഇൻവെന്റ് ചെയ്ത ഒരു ഐറ്റം ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. എന്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എന്റെ മോൾക്കും ഇഷ്ടമാണ്. മോസ്റ്റ്ലി മോന് വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് ഇത് കുക്ക് ചെയ്ത് തുടങ്ങിയത്. അവരുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. മോനിപ്പം 7 years ആയി. ഇപ്പൊ അവന് 2nd grade 2 പഠിക്കണു. അവരോൺ വർക്ക. മോള് 4 years. അപ്പൊ രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ ഇനിയിപ്പോ അതെന്താണെന്നും അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇനി ബാക്കി കൊച്ചു കുട്ടികളൊക്കെ വീട്ടിലുള്ള അമ്മമാർക്ക് ട്രൈ ചെയ്ത് നോക്കാല്ലേ? ഷുവർ ആയിട്ടും എല്ലാ മക്കൾക്കും എന്തായാലും ഇഷ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണത്. ഇതാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് പ്രോൺസ് ലോലിപോപ്പ് ആണ്. അതായത് നമ്മുടെ ചെമ്മീൻ നമ്മളത് എന്താ പറയാ ബാംബൂ സ്റ്റിക്കിലിട്ട് ഒരു ലോലിപോപ്പ്, അത് കുട്ടികൾക്ക് ഇങ്ങനെ പിടിച്ച് കഴിക്കാനൊക്കെ നല്ലതാണ്. അതെ. ലോലിപോപ്പ് ഞാൻ ഇത് അധികം കുട്ടികൾക്കായതുകൊണ്ട് അധികം സ്പൈസി ആയിട്ടല്ല ഞാൻ പൊതുവെ ഉണ്ടാക്കാറ്. ഓക്കെ, ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് വെച്ചാല് നമ്മൾ നല്ല കുറച്ച് അധികം ചെറുതല്ല, കുറച്ച് ഇടത്തരം വലിപ്പമുള്ള പ്രോൺസ് വാങ്ങിക്കുക. ചെമ്മീൻ വാങ്ങിച്ച് നമ്മൾ അതിന്റെ വാലും തലയും വെക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ അത് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിട്ട്. ഇപ്പൊ ഞാൻ അതിന്റെ തല ഇന്ന് എടുത്തിട്ടില്ല, ജസ്റ്റ് അതിന്റെ വാല് മാത്രം അവിടെ ബാക്കി വെച്ചു. അത് തലയും കൂടെ ഉണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും. ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ മെയിൻ ആയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നതാണ് നല്ലത്. കാരണം കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ എന്താന്ന് വെച്ചാൽ കളർ കിട്ടും നല്ല. ഓക്കെ, നല്ല ഒരു റെഡിഷ് കളർ ഉണ്ടാവും. പിന്നെ കുറഞ്ഞിരിക്കും. അതെ, നല്ലതായിരിക്കും. പിന്നെ കടലപ്പൊടി, നമ്മുടെ ബേസിനില്ലേ കടലപ്പൊടി, കോൺഫ്ലോർ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തത് പേസ്റ്റ് അല്ലേ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ചെറുനാരങ്ങ നീര്, ഒരു ലെമൺ, ഒരു നാരങ്ങയുടെ നീര്, പിന്നെ ഒരു എന്താ പറയാ പിന്നെ നമ്മൾ ചേർത്ത് ആവശ്യത്തിന് സോൾട്ട്, പിന്നെ യോഗട്ട്, 1 സ്പൂൺ യോഗട്ട്. ഇതിപ്പം എത്ര ചെമ്മീനാണ്? ഇപ്പൊ നമ്മളൊരു 1/2 kg ആണ് എടുക്കുന്നത്, നമ്മളൊരു 15 ചെമ്മീനാണ് മോസ്റ്റ്ലി എടുക്കുന്നുണ്ടെങ്കിൽ ഈ അതിന്റെ ഇത് മെഷർമെന്റ് 1 ടേബിൾ സ്പൂണ് കടലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂണ് യോഗട്ട്, ആവശ്യത്തിന് സോൾട്ട്, 1 ലെമൺ, 1 ചെറുനാരങ്ങ നീര്, പിന്നെ
നമ്മൾ യോഗട്ട് പറഞ്ഞു, പിന്നെ ചില്ലി പൗഡർ. ചില ആൾക്കാർക്ക് കുറച്ചും കൂടി സ്പൈസി വേണ്ടി വരും, ഇല്ലെങ്കിൽ ഒരു 1 ടീസ്പൂൺ ഒക്കെ മതി. അല്ലെ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്താൽ നല്ല ഉണ്ടാവും. എല്ലാം മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ഓൾറെഡി ഈ ബാംബൂ സ്റ്റിക്ക് ഇതിൽ ചെയ്ത് വെക്കണം. നമ്മുടെ പ്രോൺസ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മിക്സില്ല, നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച മിക്സുമായിട്ട് ഇതൊന്ന് നല്ലോണം പുരട്ടി വെച്ച് കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നല്ലത്, അത് നന്നായിട്ട് പിടിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഈ മസാല എല്ലാം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തതിനു ശേഷം ഈ പ്രോൺസുമായിട്ട് ഒന്ന് ചേർത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കണം, എന്നാൽ അത് നന്നായിട്ട് പിടിക്കും. അല്ലെങ്കിൽ നമ്മൾ ഓയിൽ ഇട്ടാൽ ചിലപ്പോൾ അതങ്ങ് ഇളകി പോകും നമ്മളെ ഈ മസാല. അപ്പൊ നമ്മൾ കുറച്ച് സമയം അത് ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതിനുശേഷം നമുക്ക് എന്താ പറയാ കുറച്ച് നന്നായിട്ട് ഓയിൽ ഒഴിച്ച് പൊരിച്ചെടുക്കുന്നത് നല്ലത്, ഡീപ് ഫ്രൈ ആണ് നല്ലത്. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈവൻ കുറച്ചും കൂടി ക്രിസ്പിനെസ് വേണമെന്നുള്ള ആൾക്കാർക്ക് അതിന് നമ്മുടെ കുറച്ച് എന്തെങ്കിലും ബ്രെഡ് ക്രംസ് ഇല്ലേ, അതൊക്കെ കുറച്ച് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. കുട്ടികൾക്ക് ചിലപ്പോൾ അത് മോർ ഇഷ്ടമായി വരും. കറിവേപ്പോട് കഴിക്കാനായിട്ട്. അപ്പൊ ഇത് ശരിക്കും ഷംസീറയുടെ മോൾക്കും മോനും അത് ഇഷ്ടമാണ്. ഈ ഒരു റെസിപ്പി നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അത് എന്തായാലും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. കാരണം എന്റെ മോനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിന്റെ ഒരു ഭംഗി ഒക്കെ കൊണ്ട് എന്റെ പിള്ളേർ കുറച്ചും കൂടെ ഇഷ്ടം വരും, കാരണം അത് പിടിച്ച് കഴിക്കാന്നൊക്കെ പറയുന്നത്. പിന്നെ അതിന് ഏറ്റവും മാച്ച് ആയിട്ടുള്ള ഒരു ചട്നിയാണ് ഇത്, മിന്റ് കൊറിയാണ്ടർ ചട്നിയാണ്. കുട്ടികൾ ചിലപ്പം നമ്മൾ ടൊമാറ്റോ സോസ് ഒക്കെ എടുത്തിട്ട് കഴിക്കും, അതും ഓക്കെയാണ്. ഈ ചട്നി ഒരു പിടി കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ ഒരു പിടി സെയിം പുതിന ലീവ്സും, പിന്നെ എന്താ പറയാ ചെറുനാരങ്ങ, പിന്നെ ഇച്ചിരി ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ പച്ചമുളക് ഒരു 3-4, അതെല്ലാം കൂടി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചട്നി നമുക്ക് റെഡി ആയിരിക്കും. അപ്പോൾ അത് ഇതുപോലെയുള്ള എന്താ പറയാ ഈ പ്രോൺസ് ലോലിപോപ്പിനെ നമുക്ക് എന്താ പറയാ എൽഡേഴ്സിന് കഴിക്കാനാണെങ്കിൽ നല്ല മാച്ച് ചെയ്യും. സോസ് വെച്ച് കഴിക്കാം, കാരണം അവർക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു ലെസ് സ്പൈസി ആയിരിക്കും നല്ലത്. അതെ, അതായിരിക്കും അവർക്ക് ഇഷ്ടം. അതെ, അതായിരിക്കും അവർക്ക് ഇഷ്ടം. അപ്പൊ ഇത് നമുക്ക് ഏതായാലും പ്രേക്ഷകർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്തിട്ട് നമ്മളെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യണം കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇത് ഈ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്, അപ്പൊ തീർച്ചയായിട്ടും മറ്റു കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഡിഷിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തലശ്ശേരിയിലാണെന്ന് പറഞ്ഞു. എന്റെ ഹസ്ബൻഡിന്റെ വീട് തലശ്ശേരിയാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളായി. അപ്പം ശരിക്കും തലശ്ശേരിയിലെ വിഭവങ്ങൾ ശരിക്കും അവിടെ തലശ്ശേരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫുഡിന്റെ ഒരു അല്ലെ ഫുഡ് ഓർമ്മ വരുന്നത്. ശരിക്കും എന്തൊക്കെയാണ് അവിടുത്തെ? എനിക്കൊന്ന് തലശ്ശേരിയിലാണ്. എനിക്കൊന്ന് കേരളത്തില് നമ്മൾക്ക് തലശ്ശേരി ദം ബിരിയാണിനെ ബീറ്റ് ചെയ്യാനോ ഒരു ബിരിയാണിയും കേരളത്തിൽ വേറെ ഇല്ലാന്ന് തോന്നുന്നു. തലശ്ശേരി പിന്നെ ബിരിയാണി മാത്രമല്ല എല്ലാ ഫുഡും ഭയങ്കര ഫേമസ് ആണ്. അവരുടെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാനും കണ്ണൂരിന്റെ വേറൊരു സൈഡാണ്, പയ്യന്നൂർ കടന്നപ്പള്ളി പറയും. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത് അവരുടെ ഒരു ഫുഡിന് ഒരു മാജിക് ഉണ്ട്, ഒരു ഭയങ്കര ടേസ്റ്റ് ആണ്. അവർ എപ്പോഴും ഒരു ട്രഡീഷണൽ ഫുഡിനെ എപ്പോഴും ഫോളോ ചെയ്യുക, അത് ഭയങ്കര ഒരു ടേസ്റ്റ് ആണ്. അവരെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാല് അൽസ, മുട്ടമാല, ദം ബിരിയാണി, അതന്നെ ബിരിയാണി തന്നെ എല്ലാ ഇതിലും ഫിഷ്, ചിക്കൻ, മട്ടൺ എല്ലാത്തിലും ഉണ്ടാക്കും. പിന്നെ ഇറച്ചിച്ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ബിരിയാണിന്റെ തന്നെ ഒരു വേറൊരു വേർഷൻ ആണ്. അതെന്ന് വെച്ചാൽ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കും മസാല നമ്മൾ ബിരിയാണിക്ക് ദമ്മ് വെക്കുക. പക്ഷെ ഈ ഇറച്ചിച്ചോറ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ അരി ജസ്റ്റ് വറുത്തിട്ട് ഒരുമിച്ചിട്ട് ഇട്ടിട്ട് വേവിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അത് ഇറച്ചിച്ചോറ്. അത് മെയിൻ ആയിട്ട് എനിക്കൊന്ന് മട്ടൺ, ബീഫ് അതൊക്കെയാണ് യൂസ് ചെയ്യുക. പിന്നെ അതൊക്കെ പിന്നെ അവരെ കക്കറോട്ടി, പുഴുങ്ങല റൊട്ടി, ചട്ടിപ്പത്തിരി, ശരിക്കും പറഞ്ഞാൽ നമ്മള് പറഞ്ഞാൽ തീരില്ല തലശ്ശേരിക്കാരുടെ ഫുഡ്. ഒത്തിരി ഉണ്ട്, എല്ലാം നല്ല ട്രഡീഷണൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസും ആണ്. ഞാൻ ഇതിന്റെയൊക്കെ ഫാനാണ്. അവരുണ്ടാക്കുന്നത് തന്നെ വളരെ ആസ്വദിച്ച് ഇഷ്ടത്തോടെ ഉണ്ടാക്കും. അതുകൊണ്ടായിരിക്കും അത് ഭയങ്കര ടേസ്റ്റിയും കൂടിയാണ്. ആയിക്കോട്ടെ, ഉറപ്പായിട്ടും. ആയിക്കോട്ടെ. ഇത് എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പുഡിങ്, കേക്ക് ഇതൊക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണ്.
അപ്പൊ കുട്ടികൾക്ക് ഇപ്പം ബർത്ത്ഡേ ഒക്കെ വരുമ്പോ കേക്ക് തന്നെ ഷംസീറ ഉണ്ടാക്കാറുണ്ടോ? ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ പിള്ളേർക്ക് ഇഷ്ടമാണ് അല്ലേ? കുട്ടികൾക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മൾക്കൊരു ഭയങ്കര സന്തോഷമാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്ക് കാണുക, അത് നമ്മൾ അതൊക്കെ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഷംസീറ തന്നെ ഉണ്ടാക്കുന്ന കേക്കിനേക്കാളും ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഫാമിലിയിലെ സ്വീറ്റ്സ്, അതായത് പുഡിംഗ്, ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ മിക്കവാറും ഞാനായിരിക്കും ഉണ്ടാക്കുക. കാരണം ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഉണ്ടാക്കാൻ ഒരുപാട് താല്പര്യമുള്ള ഡിഷസ് ആണ് ശരിക്കും പറഞ്ഞാല് ഇത് പുഡിംഗ് എല്ലാം. അതെ, ബ്രെഡ് ക്രീം പുഡിംഗ്. ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള പുഡിംഗ് ആണ്, എന്നാൽ വളരെ ടേസ്റ്റിയും ആണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയതിൽ ഒരു 8 പീസ് ബ്രെഡ്, 8 സ്ലൈസ് ബ്രെഡ് എടുക്കുക. പിന്നെ വിപ്പിംഗ് ക്രീം. വിപ്പിംഗ് ക്രീം എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എങ്ങനെയാ ഉണ്ടാക്കാന്നുള്ളത്. വിപ്പിംഗ് ക്രീം അതെ, നമുക്ക് പൗഡർ കിട്ടും, വിപ്പിംഗ് ക്രീമിന്റെ പൗഡർ കിട്ടും. അത് കുറച്ച് തണുത്ത പാലിലിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രീം കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം പിന്നെ വേണ്ടത് എക്സ്ട്രാ കുറച്ച് പാല് വേണം. ഒരു ബൗളിൽ കുറച്ച് പാലും അതിൽ എന്താ പറയാ, നമ്മൾ കുറച്ച് പഞ്ചസാരയും ഇട്ട് വെച്ചിട്ട് ആദ്യം ബ്രെഡ് നമ്മൾ അതിന്റെ സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു പാത്രത്തിൽ നിറയെ ഈ പാല് പഞ്ചസാര നമ്മൾ ഒരു ബൗളിൽ ഇട്ട് വെച്ചല്ലോ, അതിലിത് മുക്കിയിട്ട് നമ്മൾ ആദ്യം എല്ലാം ഒന്ന് നിരത്തി വെക്കുക. കാരണം ഡിഷിൽ അല്ല, വേറൊരു ബൗളിലാണ് നമ്മൾ പാലും പഞ്ചസാരയും വെക്കുന്നത്. അപ്പം നമ്മൾ നമ്മൾ ബ്രെഡ് എടുത്ത് അതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പാലില് ഡിപ്പ് ചെയ്യുക. അപ്പൊ അതെ, ഈ നമ്മുടെ ഏത് പുഡിംഗ് ട്രേയില് നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് നിരത്തി വെക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടാവും. ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് വാനില എസൻസ് ഇട്ട ഒരു വാനില വിപ്പിംഗ് ക്രീം ആണ്. ഓക്കെ, ആ വിപ്പിംഗ് ക്രീം ഒരു ലെയർ ഇടുക. പിന്നെ അതിന്റെ മുകളിൽ എഗെയിൻ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ബ്രെഡ് സെയിം തന്നെ നമ്മൾ ഇനിയും പാലിൽ മുക്കുക, പഞ്ചസാര പാലിൽ മുക്കുക. പിന്നെ ഒരു ഇതും കൂടെ വെക്കുക, ഒരു ലെയറും കൂടെ നമ്മൾ ബ്രെഡ് വെക്കുക. പിന്നെ എഗെയിൻ സെയിം നമ്മുടെ വിപ്പിംഗ് ക്രീം പിന്നെയും വെക്കുക. പിന്നെ അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മൾ പുഡിംഗ് റെഡിയാണ്. അപ്പൊ നമുക്ക് അതിന് ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെക്കാം. ഞാൻ ഇന്ന് വെച്ചിട്ടുള്ളത് കിറ്റ്കാറ്റ് പോലത്തെ ക്രിസ്പി ആയിട്ടുള്ള ചോക്ലേറ്റ്, എന്താ പറയാ, അത് പൊടിച്ചിട്ടാണ് അത് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത്. അതെല്ലാം നമുക്ക് വേണമെങ്കിൽ നട്ട്സിനെ കൊണ്ട് ചെയ്യാം, ഓറിയോ ബിസ്ക്കറ്റിനെ കൊണ്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഇത് വേണമെങ്കിലും എടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടമാണ് അല്ല, എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു ക്രിസ്പിനെസ് ഉണ്ടാവുന്നത് നമുക്ക് എപ്പോഴും ഒരു നല്ലല്ലേ. അതെ, എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതിനകത്ത് ബ്രെഡും വിപ്പിംഗ് ക്രീമും ഉണ്ട്, പിന്നെ പാലുണ്ട്. അതെ. പിന്നെ നമുക്ക് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന കിറ്റ്കാറ്റിന്റെ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചൈന ഗ്രാസ് ഒക്കെ വെച്ചിട്ടുള്ള പുഡിംഗ് നമുക്ക് ഒരു ടെൻഷൻ ആയിരിക്കും, ഇത് സെറ്റ് ആവോ ടൈം. ഇത് നമുക്ക് ആ ഒരു ടെൻഷനൊന്നുമില്ല. കാരണം നമുക്ക് അങ്ങനെ എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് അത് സെറ്റ് ആവണം, ഇച്ചിരി തണുക്കാൻ വെക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇത് സെറ്റ് ആവോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മൾ മറ്റേ ചൈന ഗ്രാസ് അല്ലെങ്കിൽ എന്താ പറയാ അതൊക്കെ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും ടെൻഷൻ ആയിരിക്കും, ഇതാവോ എത്ര സമയം എടുക്കും. അപ്പൊ നമുക്ക് ഇതാവുമ്പോ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് അങ്ങ് ഉണ്ടാക്കാം, എളുപ്പമാണ്. ഇപ്പൊ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാണുമായിരിക്കും. എനിക്കൊന്ന് വിപ്പിംഗ് ക്രീമോ മാത്രമേ അതിന്റെ പൗഡർ ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് വേഗം പെട്ടെന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രീം കിട്ടും. എന്നിട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കൊടുക്കും. ഇപ്പൊ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു, നമ്മളിപ്പോ പെട്ടെന്ന് എന്ത് കൊടുക്കുന്നു ഓർക്കുമ്പോൾ ഓക്കെ നമ്മുടെ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഒരു പുഡിംഗ് ഇനിയിപ്പോ തന്നെ കുട്ടികൾ വന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പറയുവാണെങ്കിൽ നമുക്ക് അത് എളുപ്പം ചെയ്ത് കൊടുക്കാവുന്ന ഒരു പുഡിംഗ് ആണ്. ശരിക്കും ഇതല്ലാതെ പിന്നെ ഇഷ്ടമുള്ള ഒരു പുഡിംഗ് ഏതാണ്? ഇപ്പൊ നമ്മള് ബ്രെഡ് വെച്ചുള്ള പുഡിംഗ് ആണ് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ വേറെ എന്തെങ്കിലും? അതല്ലാതെ വേറൊരു ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ്, പിന്നെ എല്ലാരും എവർ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇളനീർ പുഡിംഗ് ആണ്. ഇളനീർ പുഡിംഗ് അത് വളരെ എളുപ്പമാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എല്ലാരും എന്റെ മോന്റെ ഒരു ഫേവറേറ്റ് ആണ് ഇളനീർ പുഡിംഗ്. പിന്നെ നമ്മൾ ഒരു ടൈം നമ്മുടെ മക്കളുടെ ഫേവറേറ്റ് ആയിരിക്കും എപ്പോഴും നമ്മള് അതെ നമ്മൾ അവരുടെ ഫേവറേറ്റ് ആയിരിക്കും നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യുന്നത്. അതെ നമ്മൾ അതുപോലെയുള്ളതായിരിക്കും ഉണ്ടാക്കുക. പിന്നീട് നമുക്കിനി ഇപ്പൊ നമുക്ക് കൊണ്ടുവന്ന 2 ഡിഷിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, ഇൻഗ്രീഡിയൻസ് പറഞ്ഞത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും ഒരു ജ്യൂസ് ഐറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു ടൈപ്പ്? മോന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജ്യൂസാണ്. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാം മക്കളാതെ ഞാൻ എപ്പോഴും എന്താ പറയാ അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. ഇപ്പൊ നമ്മളെ ഗസ്റ്റ് എങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ
നമുക്ക് പെട്ടെന്ന് അവർക്കൊരു ഇപ്പൊ സമ്മർ ചൂടൊക്കെ ആണെങ്കിൽ നമുക്കൊരു തണുത്ത കൊടുക്കും വേണം, ചായ ഒന്നും കൊടുക്കാനും പറ്റില്ല, കോഫി ഒന്നും. പക്ഷെ നമ്മളെ കയ്യിൽ ഫ്രൂട്ട്സ് ഒന്നും കയ്യിലില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു എന്താ പറയാ ഒരു ജ്യൂസ് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരാണ് ചിൽഡ് കോഫി. അതായത് കോഫി, ഇൻസ്റ്റന്റ് കോഫി പൗഡർ, പിന്നെ തണുത്ത പാല്, കുറച്ച് ഐസ് ക്യൂബ്സ്, പിന്നെ ഷുഗർ, ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു യമ്മി ജ്യൂസ് ആയിരിക്കും. ഇൻസ്റ്റന്റ് കോഫി പൗഡർ, ഓക്കെ, ഐസ് ക്യൂബ്സ്, പിന്നെ പാല്, തണുത്ത പാല്, ഓക്കെ, എന്തായാലും എല്ലാവരും ഫ്രിഡ്ജിൽ വെക്കുന്ന പാലായിരിക്കും, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ മിക്സറിൽ അതൊക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ചിൽഡ് കോഫി ആയിരിക്കും. നമ്മൾക്ക് ഇത് എന്താ പറയാ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് അതെ ചായ കുടിക്കാൻ എന്താ പറയാ പറ്റാത്ത ഒരു സമ്മറിനൊക്കെ ആണെങ്കിൽ ഇതൊരു നല്ല ഡ്രിങ്ക് ആണ്. പിന്നെ മക്കൾക്ക് ഇഷ്ടമാകും, ഉറപ്പാണ്. ചില കുട്ടികളൊക്കെ ഇല്ലേ പാല് കുടിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് പാല് കഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിൽഡ് കോഫി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് മറ്റൊരു ഡ്രിങ്ക് കൂടെ പറഞ്ഞു തരുമോ? നമുക്കിപ്പം വേറെ എന്താണ് പെട്ടെന്നൊരു ബീട്രൂട്ട് ഡ്രിങ്ക് ആയാലും? ഓ ഷുവർ ആയിട്ടും. ഞാനൊരു വെജ് ലവർ ആണ്. എനിക്ക് ബീട്രൂട്ട് നോൺ വെജ് ഒക്കെ ഉണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ നമ്മൾ പല തലശ്ശേരി എന്താണ് വിഭവങ്ങളെ കുറിച്ച് പറഞ്ഞു, പക്ഷെ ഷംസീറെ സംബന്ധിച്ചിടത്തോളം ഒരു വെജ് ആണ് അല്ലെ? ഞാനൊരു വെജ് ലവർ ആണ്. അതെ അതെ. പക്ഷെ എന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിലും അതെ, എന്റെ ഹസ്ബൻഡും എന്റെ 2 മക്കളും രണ്ടാളും നോൺ വെജ് ലവേഴ്സ് ആണ്. അവർക്ക് നോൺ വെജ് മസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതാണ് മോസ്റ്റ്ലി ഉണ്ടാക്കുന്നത് നോൺ വെജ് തന്നെയാണ് ശരിക്കും പറഞ്ഞാല്. ഇനി നമുക്ക് ഷംസീറയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ്. അതൊരു വെജ് ആണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ആണ്. അതെ അതെ, ഉറപ്പായിട്ടും. നമ്മള് ചിലപ്പോ കുട്ടികൾ വേറെ വിധത്തിലൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ഈ ബീട്രൂട്ട് ഒന്നും കഴിക്കില്ല. അപ്പൊ നമുക്കിത് ജ്യൂസ് ആയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടം, അവര് കഴിക്കാൻ റെഡി ആയിരിക്കും. ബീട്രൂട്ട് ജസ്റ്റ് എന്താ പറയാ നമ്മള് കട്ട് ചെയ്തിട്ട് വേവിക്കാം, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, അങ്ങനെയല്ല കുറച്ച് കുഴപ്പമില്ലാതെ കട്ട് ചെയ്ത് വേവിക്കാം. വേവിച്ചിട്ട് നമുക്കത് മിക്സിയിലിട്ട് നമ്മളൊരു വലിയ ബീട്രൂട്ട് എടുക്കുന്നുണ്ട്, ഒരു 3-4 ഏലക്കായും കൂടിയിട്ട് ഇട്ടിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ തണുത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇത് എടുത്തിട്ട് നമ്മളൊന്ന് അതിന്റെ ഒരു കുറച്ചും കൂടി അരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു ഏലക്കായ ഇട്ടിട്ട് അടിച്ചാ നല്ലോണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, കാരണം ചില ആൾക്കാർക്ക് അത് അതിന്റെ ഒരു തരിതരിപ്പ് ഉള്ളത് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ അരിച്ചെടുത്തിട്ട് നമുക്ക് പാലും അല്ലെങ്കിൽ പാൽ കട്ടയാണെങ്കിലും നല്ലത്, പാല്, പഞ്ചസാര, ഐസ് ക്യൂബ്. അല്ലെ പാൽ കട്ടയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചിട്ട് ഐസ് ക്യൂബ് എടുക്കണമെന്നില്ല. അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി, നല്ല ഒന്നാമത് ആ കളറൊക്കെ കളറാണ്. അപ്പൊ അതെന്നെ കുട്ടികളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും, ആ കളറും. പിന്നെ ടേസ്റ്റിയും നല്ല ടേസ്റ്റ് ആണ്. നമ്മളിപ്പോ ഹെൽത്തിയും ആണ്, ടേസ്റ്റിയും ആണ്. അതെ, നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം നമുക്കത് എടുത്തിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അതെ അതെ. നമുക്ക് പ്രോഗ്രാം തീരേണ്ട സമയമായിരിക്കും. ശരിക്കും ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് 2 ഡിഷിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും ഏതൊരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്കായിരിക്കും അത് ഇഷ്ടമാകുന്നതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജ്യൂസിനെ കുറിച്ച് പറഞ്ഞു, നമ്മളൊരു ബീട്രൂട്ട് ഡ്രിങ്കിനെ കുറിച്ച് പറഞ്ഞു, ചിൽഡ് കോഫിയെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ തലശ്ശേരിയിലെ ഒരു ചിക്കൻ വെറൈറ്റിയെ കുറിച്ച് പറഞ്ഞു. അടുത്ത തവണ ഇനിയും വരുമ്പോൾ ഷംസീറ അതുമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായി ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു ടു. എനിക്കിങ്ങനെ എന്താ പറയാ വരാൻ പറ്റിയതിലും നിങ്ങളോടൊക്കെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയതിലും എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് പുതിയ പുതിയ വിഭവങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. ആയിക്കോട്ടെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി വരും വരേക്കും നന്ദി, നമസ്കാരം.